നമസ്കാരം. വാ തുറന്നാൽ തെറി മാത്രം പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയും MLA-യുമായ എം മണി. 8ാം ക്ലാസ്സും ഗുസ്തിയും മാത്രം അറിയാവുന്ന ആളുകളാണ് മന്ത്രിയായിട്ട് കേരളം ഭരിക്കുന്നത്. നിലവിൽ എം മണി തെറി വിളിച്ചതാകട്ടെ സംസ്കാരം ലെവലേശം പോലും ഇല്ലാത്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ. എന്താണ് സംഭവിച്ചത്? ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ നിർമ്മിച്ച ചെങ്കുളം മൾട്ടി സ്പീഷീസ് മത്സ്യ വിത്ത് ഫാമിന്റെ ഉദ്ഘാടന വേദിയിലാണ് അക്ഷരാർത്ഥത്തിൽ നാടകീയമായ സംഭവം അരങ്ങേറിയത്. മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്താതെ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചതാണ് മണിയെ പ്രകോപിപ്പിച്ചത്. സദസ്സിനെ സാക്ഷി നിർത്തി മൈക്കിലൂടെ മന്ത്രിയെ പച്ചയ്ക്ക് വിമർശിച്ച മണി, മന്ത്രിയാണെങ്കിലും ഒരുമാതിരി പണി കാണിക്കരുത് എന്ന് ആഞ്ഞടിച്ചു. തിരുവനന്തപുരത്ത് ഇരുന്ന് ഓൺലൈനായി ഉദ്ഘാടനം നടത്തുന്ന മന്ത്രിയുടെ രീതിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് മണി പരിഹസിച്ചത്. ഇടുക്കിയിലെ CPM-നുള്ളിലെ ആഭ്യന്തര കലഹം ഇതോടെ പരസ്യമായിരിക്കുകയാണ്. ഞങ്ങളെയൊക്കെ എന്തിനാണ് വെറുതെ മെനക്കെടുത്തിയതെന്ന് മണി ചോദിക്കുന്നുണ്ട്. ഒരു പൊതുപരിപാടി ആയതിനാലാണ് കടിപ്പിക്കാത്തതെന്നും മണി കൂട്ടിച്ചേർത്തു. മേലാൽ തന്നെ ഇത്തരം പരിപാടികൾക്ക് ക്ഷണിക്കരുതെന്ന് സംഘാടകരെ താക്കീത് ചെയ്താണ് മണി അവിടെ നിന്നും പോയത്. കലിതുള്ളി നിന്ന MLA പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളെയൊക്കെ എന്തിനാണ് മെനക്കെടുത്തിയത്? അയാൾ അവിടെ ഇരുന്ന് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഞാനും രാജയും മതി ഇത് ഉദ്ഘാടനം ചെയ്യാൻ. ഇതിപ്പോ കുളിച്ചില്ലേലും കോണകം പുരപ്പുറത്ത് കിടക്കണമെന്ന് പറയുന്നത് പോലെയാണ് തിരുവനന്തപുരത്ത് ഇരുന്നുള്ള ഈ ഉണ്ടാക്കൽ എന്നാണ് മണി പറഞ്ഞത്. മെനക്കെടുത്തുന്നത് നമ്മൾ, ഡീസലും അടിച്ച് നമ്മൾ പിറകെ നടക്കുക. മേലാൽ എന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ക്ഷണിക്കരുത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ വേറെ വല്ലതും പറയും. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സദസ്സായതിനാൽ എന്നായിരുന്നു മണിയുടെ വാക്കുകൾ. മന്ത്രിയുടെ ഓൺലൈൻ സാന്നിധ്യം വെറും ഷോ ആണെന്നും പ്രാദേശിക നേതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി ആയതിനാൽ ആ ഒരു പരിപാടി ഇവിടെ വേണ്ട എന്നാണ് മണി പറഞ്ഞത്. കിലോമീറ്ററുകളോളം വണ്ടി ഓടിച്ചെത്തുന്ന തങ്ങളെ അവഗണിക്കുന്ന രീതി ഇനി വച്ച് പുറപ്പിക്കില്ല എന്ന കർശന മുന്നറിയിപ്പാണ് മണി നൽകിയത്. മണിയുടെ പ്രസംഗം കേട്ട് വേദിയിൽ ഉണ്ടായിരുന്ന മറ്റു നേതാക്കളും ഉദ്യോഗസ്ഥരും ഒരുപോലെ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. ഇടുക്കിയിൽ മണിയുടെ വാക്കിന് മറുവാക്കില്ല എന്നിരിക്കെ സജി ചെറിയാനെതിരെ നടന്ന ഈ കടന്നാക്രമണം പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. നേരത്തെയും പല വിഷയങ്ങളിൽ സ്വന്തം പാർട്ടിക്കാരെയും മന്ത്രിമാരെയും മണി പരസ്യമായി വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടന വേദിയിൽ വെച്ച് ഒരു മന്ത്രിയെ തന്നെ ഇത്തരത്തിൽ അപമാനിച്ചത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.